കണ്ടതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സാധാരണ നിലയിൽ കണ്ട എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട്, ഞാൻ കാണുന്നില്ലേ? ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളെ ഒരാൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞു വരും. കാണില്ല, കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിനെ? ഇവിടെ അൻവർ നൽകിയ പരിപാടി തൃശ്ശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതല്ല പ്രശ്നം, എന്തിനാണ് കണ്ടത് എന്നതാണ് വിഷയം. അക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം തീരട്ടെ, അതുവരെ കാത്തിരിക്കൂ എന്നതാണ് CPIM-ഉം സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രി സംരക്ഷണ കവചം തീർക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ഈ നിമിഷവും ആവർത്തിക്കുന്നത്. ഇതിന് ഉപോത്ബലകമായി പറഞ്ഞു വെക്കുന്നത് CPIM RSS അവിശുദ്ധ ബന്ധമെന്ന നിർമ്മിതിയുടെ പുറത്താണ്. ഈ അപനിർമ്മിതിക്കായി ഒരു യുക്തിയുമില്ലാത്ത വാദങ്ങളാണ് ഇപ്പോഴും അന്തരീക്ഷത്തിലുള്ളത്. അന്വേഷണം തീരട്ടെ, കാത്തിരിക്കൂ എന്നാണ് സർക്കാരും ഇടതുപക്ഷവും എല്ലാം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ പ്രതികരണവും അതുതന്നെയാണ്. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി അഡ്വക്കേറ്റ് K അനിൽകുമാർ, ഇടതുപക്ഷ നിരീക്ഷകൻ റെജി ലൂക്കോസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. ആദ്യം ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്കാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം, ഇന്ന് LDF നടക്കാൻ പോകുകയാണ്. LDF യോഗം ചേരുന്നു. ADGP MR അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകൾ രാവിലെ മുതൽ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. നടപടിയെടുക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയം പറയുന്നുണ്ടായിരുന്നു. ഈ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്, അജിത് കുമാർ RSSുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ, എന്നിട്ട് ആ റിപ്പോർട്ടിൻ പ്രകാരം MR അജിത് കുമാർ കുറ്റക്കാരനെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ കൺവീനർ ഉറപ്പു നൽകുകയാണ്. എങ്ങനെ കാണുന്നു LDFിൻ്റെ ഇന്നത്തെ ഈ തീരുമാനത്തെ? നിലിമ പറഞ്ഞ ആ കാര്യം വളരെ ശരിയാണ്. ഇന്നത്തെ LDF യോഗം നിർണായകമാണ്. ആ യോഗത്തിൽ വളരെ എന്താ പറയുക, കേരളം കാത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് ചാനലുകൾ രാവിലെ മുതൽ തന്നെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ ആ വിഷയം ആ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞ LDF യോഗത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഉണ്ടായില്ല എന്ന വസ്തുത ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു. 5:30 LDF കൺവീനറുടെ പത്രസമ്മേളനത്തിൽ അത് കുറെ കൂടി വ്യക്തതയോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം, ഞാൻ നേരിട്ട് ആ വിഷയത്തിലേക്ക് കടക്കുക. അതായത് LDF കൺവീനർ പറഞ്ഞ കാര്യങ്ങളും മുഖ്യമന്ത്രി യോഗത്തിൽ എടുത്ത നിലപാടും ഒക്കെ നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ട്. LDF കൺവീനർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ യോഗത്തിന് ശേഷം പുറത്തു വന്ന ഘടകകക്ഷി നേതാക്കളിൽ ചിലർ, പ്രത്യേകിച്ച് RLD നേതാവ് ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അദ്ദേഹം പറഞ്ഞത്, ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഇന്നത്തെ LDF യോഗം ചെയ്യുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും വലിയ വിവാദമായിട്ട് കത്തിപ്പെടരുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ്? നീലിമയ്ക്കും എനിക്കൊന്നും അക്കാര്യത്തിൽ സംശയമില്ല. ADGP ശ്രീ MR അജിത് കുമാർ RSSന്റെ പ്രമുഖരായ ദത്താത്രേയെയും അതുപോലെ തന്നെ
റാം മാധവിനെയും കണ്ട 2 സന്ദർശനങ്ങൾ 10 ദിവസത്തെ ഇടവേളയിൽ 2 പ്രമുഖ നേതാക്കളെ, ഒരാൾ RSSന്റെ 2ാം ശ്രേണിയിലുള്ള ആള്, മറ്റൊരാൾ വളരെ തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും RSSനും സർക്കാരിനിടയിലുള്ള പാലമായി പ്രവർത്തിക്കുന്ന നിർണായക സ്വാധീനമുള്ള വ്യക്തിത്വം. ഈ 2 പേരെ ADGP ശ്രീ MR അജിത് കുമാർ സന്ദർശിച്ചത് എന്തിന്? അത് PV അൻവർ വേറെ പല ആരോപണങ്ങളും അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ എന്താ പറയാ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയൊക്കെ ഉന്നയിച്ചു. നമ്മൾ അതിനെയൊക്കെ തൽക്കാലം അത് ഒരുപാട് തവണ ആവർത്തിക്കുകയും അതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പൊ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഘടകകക്ഷികൾ പോലും അത് കേരളത്തിൽ ഇന്ന് കത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഉയർത്തിപ്പിടിക്കുന്നു. ഇത് താരതമ്യേന അപ്രധാനമെന്ന് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം പോലും കൊടുക്കാത്തൊരു ഘടകകക്ഷിയായി മാറ്റി നിർത്തിയിരിക്കുന്ന RLDയുടെ ഒരു നേതാവ് ഉന്നയിച്ചതിനേക്കാൾ ഈ യോഗത്തിന് മുമ്പ് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രബല ഘടകകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ 2ാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള CPI, ആ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ദേശീയ സെക്രട്ടറി ശ്രീ D രാജയും ഒക്കെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം വേണം. എന്തിനാണ് ഈ കാഴ്ച? എന്തിനാണ് ഈ കൂടിക്കാഴ്ച? അദ്ദേഹം വ്യക്തിപരമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയാണോ, അതോ ഏതെങ്കിലും ഒരു മിഷന്റെ ഭാഗമായിട്ട് ഒരു എൻവോയ് ആയിട്ട് പോയി കണ്ടതാണോ? ഈ കാര്യങ്ങൾക്ക് ഉത്തരം വേണം, രാഷ്ട്രീയമായ മറുപടി വേണം എന്നിവരൊക്കെ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഇന്ന് ഈ യോഗം കഴിഞ്ഞ ശേഷവും കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിനകത്ത് വർഗീസ് ജോർജ് പറഞ്ഞൊരു കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഈ യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഈ വിഷയമില്ലായിരുന്നു. അതായത് ADGP MR അജിത് കുമാറിന്റെ RSS നേതാക്കളെ കണ്ട അല്ലെങ്കിൽ ആ 2 സന്ദർശനങ്ങളെ സംബന്ധിച്ച രാഷ്ട്രീയ വിവാദം ഈ ഇന്നത്തെ LDF യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യണം, മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ശേഷം ഈ വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തേ പറ്റൂ എന്ന രീതിയിൽ RLD നേതാവ് നിലപാടെടുത്തു. അതിനോട് ബിനോയ് വിശ്വം അടക്കമുള്ള മറ്റു ഘടകകക്ഷി നേതാക്കളും യോജിച്ചു. അങ്ങനെയാണ് ഈ ചർച്ച നടന്നത്. യോഗം അക്കാര്യം വിശദമായി ചർച്ച ചെയ്തു. പക്ഷെ ഒടുവിൽ എത്തിച്ചേർന്ന തീരുമാനം എന്താണ്? ഉടനടി MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയുടെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ആരോപണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ ആരോപണങ്ങൾ വസ്തുനിഷ്ഠമാണോ, അതോ കെട്ടുകഥകളാണോ, അതോ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന കാര്യത്തിൽ ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ DGPയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സമിതി, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഈ SITയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ വിഷയം കൂടെ ഉൾപ്പെടുത്തി, എന്നിട്ട് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ ADGP അജിത് കുമാറിന്റെ ഈ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ, മറ്റൊത്തിരി ആരോപണങ്ങളുണ്ട്, സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കല്, അതുപോലെ ഫോൺ ചോർത്തല്, ഇങ്ങനെ നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ മറുവശത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല, അതൊക്കെ അന്വേഷിക്കട്ടെ, അതൊക്കെ അന്വേഷിച്ച ശേഷം നടപടിയെടുക്കും എന്ന് പറയുന്നതിനകത്തൊരു യുക്തിയുണ്ട്. പക്ഷെ നീലിമ, ഇതിനകത്ത് ഞാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈ സന്ദർശനം, ഈ RSS നേതാക്കളെ ഈ ADGP MR അജിത് കുമാർ സന്ദർശിച്ചത് ഇനി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലയ്ക്കാണെങ്കിൽ അങ്ങനെ, അതല്ല രാഷ്ട്രീയമായ എന്തെങ്കിലും അദ്ദേഹം നിർവഹിക്കുന്ന വ്യക്തിപരമായ സന്ദർശനമാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ആട്ടെ, ശരി. പക്ഷെ ഇതിനകത്ത് അന്വേഷിക്കുന്നു പറയുമ്പോൾ ഈ അന്വേഷണ സംഘത്തിലെ DGPക്കും ഒക്കെ ഒരു കുറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മറ്റു നടപടികളിലൊക്കെ ഒരു ക്രൈമിന്റെ കാര്യങ്ങളുണ്ട്. ഫോൺ ചോർത്തലാവട്ടെ, സ്വർണം പൊട്ടിക്കലാവട്ടെ, സ്വർണ്ണക്കടത്താവട്ടെ, തിരോധാനാവട്ടെ, കൊലപാതകമാവട്ടെ, ഫോൺ ചോർത്തലാവട്ടെ, ഇതിലെല്ലാം ക്രൈമുണ്ട്. പക്ഷെ ഇത് ഒരു ക്രൈമിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല, പോലീസ് അന്വേഷിക്കേണ്ട വിഷയമല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ADGP RSS നേതാക്കളെ, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഏറ്റവും ശക്തമായി എതിർക്കുന്ന CPM അതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായിട്ട് എക്കാലത്തും വിശേഷിപ്പിക്കുന്ന ഈ ഒരു ആരോപണത്തിൽ ഈ RSS നേതാക്കളെ, അതിന്റെ 2-3 സ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകളെ ഒരു ADGP, മുഖ്യമന്ത്രി ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി പോയി 10 ദിവസത്തെ ഇടവേളയിൽ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റകൃത്യ ഒരു DGPയോ അല്ലെങ്കിൽ ഒരു പോലീസ് സേനയോ അന്വേഷിക്കേണ്ട കാര്യമാണോ? ഒരു വ്യക്തിയെ കാണുന്നതല്ല പ്രശ്നം, കാണുന്നത് എന്തിനാണ് എന്നതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. ആ രീതിയിൽ അക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു എന്നല്ലേ സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതെങ്ങനെ പോലീസ് അന്വേഷിക്കും? DGP എങ്ങനെ അന്വേഷിക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? അവിടെ സംസാരിച്ചത് രാഷ്ട്രീയമാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൂതായിരുന്നു അദ്ദേഹത്തിന്റെ, അദ്ദേഹം ഒരു ഹംസമായിരുന്നോ?
ഈ കാര്യങ്ങളൊക്കെ ഒരു DGP എങ്ങനെയാ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണ സംഘത്തിന് എങ്ങനെയാ കണ്ടെത്താൻ കഴിയുക? ഇക്കാര്യത്തിൽ ഞാൻ വളരെ ശക്തമായി തന്നെ പറയുന്നു, ഇതൊരു രാഷ്ട്രീയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടാവേണ്ടത് രാഷ്ട്രീയമായ അന്വേഷണവും രാഷ്ട്രീയമായ തീരുമാനവുമാണ്. മുൻപ് പല DGPമാർക്കും, DGP ആയിരുന്ന ജേക്കബ് തോമസിനും DGP ആയിരുന്ന തീരുമാനം വരുമ്പോഴും ജോർജ് പൊടിപ്പാറയെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു വശം അതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ CPIM പ്രതിനിധി അഡ്വക്കേറ്റ് K. അനിൽകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ശ്രീ ജോർജ് പൊടിപ്പാറ അദ്ദേഹം ടെലിഫോൺ ലൈനിലാണ് ഉള്ളത്. ശ്രീ ജോർജ് പൊടിപ്പാറ പറഞ്ഞതെല്ലാം അങ്ങ് കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ കൈക്കൊള്ളുന്ന ഒരു വിഭാഗം മാധ്യമങ്ങൾ കൈക്കൊള്ളുന്ന അതേ നിലപാട് തന്നെയാണ് ശ്രീ ജോർജ് പൊടിപ്പാറയും മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും. ഇതിൽ ADGP കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഈ വിവാദം ഉണ്ടായപ്പോൾ മുതൽ പാർട്ടിയും സർക്കാരും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആവർത്തിക്കുകയാണ്. എന്നിട്ടും ഇതേ വിവാദത്തിൽ തന്നെ കടിച്ചു നിൽക്കുകയാണ്, തൂങ്ങി നിൽക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ശ്രീ അനിൽകുമാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകും. വിവാദ വ്യവസായത്തിനും കേരളത്തിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ഇന്ന് ഓണം കേരളത്തിൽ നല്ല സർക്കാർ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നു. കേന്ദ്ര സർക്കാരാണെങ്കിൽ ഏറ്റവും അവസാനം നമ്മുടെ ആഭ്യന്തര വകുപ്പിലുള്ള നമ്മുടെ DGPക്ക് കേന്ദ്രമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുകയാണ്. ഓരോ മേഖലയിലും കേരള സർക്കാർ നടക്കുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തെ മികച്ച മാതൃകയാണെന്ന് നീതി ആയോഗ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഉപജീവനത്തിന് വേറെ ഒരു മാർഗവുമില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷം വീണ് കിട്ടിയത് ആയുധമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിൽ അവരെ തെറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കണം. 14 മാസക്കാലം മുമ്പാണ് ഇപ്രകാരം സന്ദർശനം നടന്നതായിട്ട് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. 10 കൊല്ലമായി ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന BJP RSS ആണ് അത് നയിക്കുന്നത്. ഈ നാട്ടിൽ ആർക്കും അറിയില്ലാത്തതല്ല. സ്ഥാനമാനങ്ങൾ നേടുന്നതിന് വേണ്ടി ആരൊക്കെയാണ് RSSകാരുടെ പിന്നാലെ നടക്കാത്തത്? RSSകാരാണെങ്കിൽ ഇത്തരം സ്ഥാനമാനങ്ങളെല്ലാം തങ്ങളാണ് വീഴ്ച കൊടുക്കുന്നത് പരുവത്തിൽ ഏജന്റന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കൺകാണികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഫലമായിട്ട് മോഹൻ ഭഗവത് വരുമ്പോൾ കുമ്പിടാൻ വേണ്ടി കേരളത്തിന്റെ ഗവർണർ പോകുന്നു. നമ്മൾ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്ത് പിറ്റേ ദിവസം BJPയിലേക്ക് ചേരുകയാണ്, MP ആകുകയാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പോയി ഒരു RSSന്റെ ഒരു പുതിയ ലോകാവസാനമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആ വർഗീയ വിരുദ്ധ നിലപാടിന്റെ ശോഭ പോയി എന്നെല്ലാമൊക്കെ ഇപ്പോൾ വാക്കുകളുടെ ചിത്രത്തിന് മുന്നിൽ മുട്ടുകുത്തുനിന്ന് കുമ്പിട്ട് നിന്ന് വിളക്ക് കൊളുത്തി കൊടുത്ത സതീശനും അതുപോലെ തന്നെ RSSന്റെ ഷായ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്. ഞങ്ങൾ RSSുമായിട്ട് കേരളത്തിൽ തർക്കമില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സുധാകരനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയമാണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിന് അതിന്റെ അറ്റത്ത് പിടിച്ചെന്ന് കയറണം എന്നൊരാഗ്രഹമുണ്ട്. ഇതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. പ്രധാനപ്പെട്ട ചോദ്യം മനസ്സിലാക്കുക. ഇന്ത്യ രാജ്യത്ത് കേരള സർക്കാരിനെ പോലെ കേന്ദ്രത്തിനെതിരെ പൊരുതുന്ന മറ്റൊരു സർക്കാർ ഉണ്ടോ? നാളെ തിരുവനന്തപുരത്ത് 5 or 6 സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ സമ്മേളനം വെച്ചിരിക്കുകയാണ്. ധനമന്ത്രിമാരുടെ. എന്തിനാണ് ധനമന്ത്രിമാരുടെ സമ്മേളനം? സംസ്ഥാനങ്ങളുടെ മേലെ കടന്നു കയറുന്ന മോദിക്കെതിരായ യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പിണറായി വിജയനാണ്. സുപ്രീം കോടതിയിലെ രാഷ്ട്രപതി അടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസ് കൊടുത്തിരിക്കുന്ന ആരാണ്? നിർമ്മലാ സീതാരാമൻ ഉത്തരം പറയേണ്ട തിരുവനന്തപുരത്തിലേക്ക് ഭരണഘടന ചോദ്യമായി ഉയർത്തിക്കൊണ്ടുവരുന്ന കേരളത്തിന്റെ സ്യൂട്ട് സംസ്ഥാനങ്ങളുടെ ധനകാര്യ അവകാശങ്ങളുടെ മേലുള്ള കാര്യങ്ങൾ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു മാപ്പ് സാക്ഷിയെ പോലും പിണറായി വിജയനെതിരെ കിട്ടാൻ അല്ലെങ്കിൽ ലഭിക്കാൻ കഴിയാത്ത വിധം സുതാര്യമാണ് കേരളത്തിലെ LDF. കെജ്രിവാളിനെ സിസോദിയം പിടി ജയിലിലിട്ടത് ഒരു മാപ്പ് സാക്ഷിയുടെ മൊഴിയുടെ തരത്തിലാണ്. അപ്പോ സുപ്രീം കോടതി ഹൈക്കോടതിയും പറഞ്ഞു മര്യാദകൾ കാണിക്കരുത്. ഇവിടെ പിണറായി വിജയനെതിരെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തോട് ചോദിക്കാനോ പറ്റാത്ത വിധം
ഒരു തരത്തിലും തെറ്റായ ഒരു കാര്യം ചെയ്യാത്ത ഒരു മുഖ്യമന്ത്രി ഗവൺമെന്റുമാണ് കേരളത്തിൽ. പിന്നെ ആരുടെ ഔദാര്യമാണ് കേരളത്തിലെ LDF സർക്കാരിന് വേണ്ടത്? ഏത് RSSന്റെ ഔദാര്യമാണ് പിണറായി വിജയന് വേണ്ടത്? ഏത് BJPക്കാരന്റെ സഹായമാണ് LDFന് വേണ്ടത്? ഇനി BJPയുടെ നേതാക്കന്മാരുടെ പേരിൽ കേരളത്തിലെ കേസിന്റെ സ്ഥിതി എങ്ങനെയാണ്? BJPയുടെ കേരളത്തിലെ പ്രസിഡന്റിന്റെ പേരിൽ എത്ര കേസ് കാലഘട്ടത്തിൽ വന്നത്? ഏതെങ്കിലും കേസിൽ വിട്ടുവീഴ്ചയുണ്ടായോ? ഏതെങ്കിലും നടപടിയിൽ വിട്ടുവീഴ്ചയുണ്ടായോ? അപ്പോ ഒരു ആഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടി ചില പത്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പത്രക്കാരെ കൊണ്ട് 4 ചോദ്യം എഴുതിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ചുറ്റും കേരളത്തിലെ ജനങ്ങൾ കറങ്ങിക്കൂടും എന്ന തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളാണ്. വലിയ രാഷ്ട്രീയ ബോധം ഒരു വാദമില്ല. ഇന്ന് LDF ശരിയായി ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണ്? ഇദ്ദേഹത്തിന് പോയത്, ഇദ്ദേഹം എന്താവശ്യത്തിനാണ് പോയത് അത് വ്യക്തമാക്കണം. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അദ്ദേഹം നിയമപരമായിട്ട് തെറ്റ് ചെയ്തുകൊണ്ട് തെളിയണം. ഒൺലി ത്രൂ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, അതാണ് നിയമം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മേലെയുള്ള DGPമാർ 3 പേർ ഉൾപ്പെടെ അന്വേഷിക്കല്ലേ? അത് ഒരു തരത്തിലും ഒരു കുറ്റവാളിയും രക്ഷപ്പെടാത്ത വിധം അത് കൈകാര്യം ചെയ്യും. മറുഭാഗത്തോ LDFന്റെ ഭാഗമായി ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ ആ ഗവൺമെന്റ് ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തുദ്ദേശത്തിനാണ് പോയത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല, പ്രധാനപ്പെട്ട ചുമതലകളിൽ അത്തരം ആളുകൾ വിശ്വാസവും നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ അവർ അയോഗ്യരായി തീരും. ഇപ്പം ADGP പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരൊന്നും കിട്ടത്തില്ല. 4-5 ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അവരിൽ ഒരാളെ ADGP ആക്കേണ്ടി വരും. അതല്ലാണ്ട് സർക്കാരിന് വേറെ മാർഗമില്ല. 50 ADGPമാരില്ല. അപ്പോ പലതരത്തില് കുഴപ്പങ്ങളുണ്ടെങ്കിലും കുഴപ്പം പുറത്തുള്ള ഒരാളെയായിരിക്കും ചിലപ്പോൾ കണ്ടെത്തിയില്ല. അദ്ദേഹം ഇപ്പോ സോളാർ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി KC വേണുഗോപാലിനോട് ഇറങ്ങി തിരിച്ചു എന്നാണ് അൻവറിന്റെ ആരോപണം. ബഹുമാനപ്പെട്ട പൊട്ടിപ്പാറ സാർ പറഞ്ഞ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമാണ്. ആ കേസ് പരിശോധിക്കണം. അത് ശരിയായ നിലയ്ക്കല്ല കൈകാര്യം ചെയ്തെന്ന് അൻവർ പറഞ്ഞാൽ അല്ലല്ല, ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെല്ലാം പരമയോഗ്യന്മാരായിരുന്നു, അത് ഒപ്പോട്ടെ എന്ന് ഞങ്ങൾ പറയുന്നില്ല. നമുക്ക് കൈകാര്യം ചെയ്യാം. വിവാദങ്ങളിൽ ഞങ്ങളാരും ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളിൽ എല്ലാ ഗൗരവവും എല്ലാത്തിനും കൊടുക്കും. അതിനടിസ്ഥാനത്തിൽ ശരിയായ പരിശോധന വരും. പക്ഷെ മുൻവിധിയോടുകൂടി നടപടിയില്ല. രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ നടപടിയല്ല ഉണ്ടാവുക. രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ ചുമതലകൾ തീരുമാനിക്കുമ്പോൾ ആ ചുമതലകളിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത് വിനിയോഗത്തിന് വിവേകം ഉണ്ടാകും. അത് LDF നടത്തിയിരുന്നുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ശരി. ശ്രീ അനിൽകുമാർ, ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ ചിന്തിക്കേണ്ടതില്ലേ? കാരണം നേരത്തെ ADGP MR അജിത് കുമാർ പറഞ്ഞത് ഇത് തീർത്തും വ്യക്തിപരമായ ഒരു സന്ദർശനമായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അടുത്ത DGP ആവാൻ വേണ്ടി ചില കളികളൊക്കെ അദ്ദേഹം നടത്തുന്നു എന്ന് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിപരമായ നേട്ടത്തിനു കൂടി ഈ സന്ദർശനങ്ങളെ ഒരുപക്ഷെ ADGP MR അജിത് കുമാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകാൻ സാധ്യതയില്ലേ? കേരളത്തിലെ ഒരു DGP BJP ചേർന്നു. അദ്ദേഹം അന്നേരം പറഞ്ഞു 30 കൊല്ലമായിട്ട് ഞാൻ RSS ആണ്. അതെ, അദ്ദേഹത്തെ പിന്തുണയ്ക്കായിരുന്നു കേരളത്തിലെ പൊതുസമൂഹം. ഏതോ വലിയ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, അഴിമതി വിരുദ്ധൻ എന്നൊക്കെ 30 കൊല്ലമായിട്ട് RSS ആണ്. വേറൊരു DGP പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ചെരുപ്പും തൂക്കിട്ട് കാത്തിരുന്ന കാലുണ്ടല്ലോ, അദ്ദേഹത്തെ മാറ്റിയപ്പോഴത്തേക്കും എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലവിളി? സുപ്രീം കോടതി അവസാനം പറഞ്ഞു നിയമാനുസരണമേ ഡ്യൂ പ്രോസസ്സിൽ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാനാവൂ. പ്രോസസ് കൃത്യമായിരുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് തിരിച്ച് 11 മാസം കൊണ്ട് ചാർജ് കൊടുക്കേണ്ടി വന്നു. അപ്പൊ എന്തായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അർമാദം? എന്നിട്ട് അദ്ദേഹം പോയി BJPയിൽ ചേർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയും RSSും ഇന്ത്യ രാജ്യത്ത് ഈ നിലയ്ക്ക് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ അവസാനമായി എന്താണ് RSSന്റെ നിലപാട് അല്ലെങ്കിൽ BJPയുടെ നിലപാട്? കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് RSSൽ പ്രവർത്തിക്കാം. ഞാൻ ബഹുമാനപ്പെട്ട പൊളിവാർ സാറിനോട് പറയുകയാണ്, പ്രതിപക്ഷ നേതാവിന് ഒരു പ്രസ്താവന ഇതിനെ കാണിക്കാവൂ. ഇവിടെ DGP ADGP പോയിട്ട്
ദത്താത്രേയ ഹോസ്പിറ്റലിലൂടെ വർത്തമാനം പറഞ്ഞതിന് കോലാഹലം ഉണ്ടാക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് കരുവരാണ്. RSS കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ RSS പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഉത്തരവിറക്കിയതിനെതിരെ CPM പ്രതികരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന് ഒരു പ്രതികരണം കാണിച്ച് അപ്പോ ഒരാൾ കാണാൻ പോകുന്ന കൃത്യമാണ്. RSS സർക്കാർ ജോലിക്കാര് RSS പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ല. കേന്ദ്രം ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് RSSകാരെ കാണുകയല്ല, അത് പ്രവർത്തിക്കാം. അതിനായി യുദ്ധം ചെയ്യുന്ന പാർട്ടിയാണ് CPM. ആ പാർട്ടിക്കെതിരായിട്ടാണ് കുറെ ആളുകൾ കൂടിയിട്ട് ചില പത്രങ്ങളും ചാനലുകളും കയ്യിലടത്ത് കയറിയിട്ട് അജണ്ട നിശ്ചയിക്കാൻ വരുന്നത്. ഒരു അജണ്ട നിങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ അങ്ങ് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങ് യാത്രയിലാണെന്നറിയാം. അങ്ങ് തുടരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ ജോർജ് പടിപ്പാറ, അങ്ങയിലേക്കാണ് ശ്രീ അനിൽകുമാർ ചോദ്യങ്ങൾ ഉന്നയിച്ചു വെച്ചത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാമെന്നുള്ള ഒരു നിയമം, അത്തരത്തിലൊരു ഉത്തരവ് പോലും പുറപ്പെടുവിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഇതിപ്പോൾ ഒരു ADGP വ്യക്തിപരമായ സന്ദർശനമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എന്തിനാണ് എന്നുള്ളത് ഇനിയും അന്വേഷണത്തിൽ കണ്ടെത്തിയേ മതിയാവൂ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗെയിന് വേണ്ടി, നമുക്കറിയാം ഇവിടെ സംസ്ഥാന DGP ആവണമെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയോ ഇവിടുത്തെ സംസ്ഥാന സർക്കാരോ മാത്രം വിചാരിച്ചാൽ മാത്രം മതിയാവുന്ന കാര്യമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. അത്തരത്തിൽ നോക്കുമ്പോൾ മതിയായ യോഗ്യത MR അജിത് കുമാറിന് ഇല്ല. സീനിയോറിറ്റിയുടെ കാര്യത്തിൽ എല്ലാം നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ അത്തരത്തിലൊരു കരിയർ ഒരു ഗ്രോത്തിന് വേണ്ടിയാണ്, അത്തരത്തിലൊരു നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ BJP നേതാക്കളെ, RSS നേതാക്കളെ ഈ ADGP സന്ദർശിച്ചതെങ്കിലോ? നീലിമ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നീലിമയ്ക്ക് അങ്ങനെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അനിൽകുമാറിന് അങ്ങനെ ഒരു വ്യാഖ്യാനം ചമയ്ക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ അതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ഈ പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ രാഷ്ട്രീയമായിട്ടുള്ള ന്യായീകരണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള വെർഷൻസും മുന്നോട്ട് വെക്കാം. പക്ഷെ ഇത് എന്തുകൊണ്ട് മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള CPI നേതാക്കളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല? ബിനോയ് വിശ്വത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ D രാജയെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. എന്തിന് RJDയിലെ ശ്രീ വർഗീസ് ജോർജിനെയും മറ്റു പലരെയും, മറ്റ് ഘടകകക്ഷികളിലുള്ളവരെയും ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല? അവരെല്ലാം പറയുന്നത് ഈ ADGPയുടെ സന്ദർശനം അനുചിതമായി പോയി, അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ, കേരളത്തിലെ പോലീസ് സേനയിൽ DGPയേക്കാൾ കൂടുതലായിട്ട് മുഖ്യമന്ത്രി വിശ്വസിക്കുന്ന, അതുപോലെ തന്നെ സൂപ്പർ DGP എന്നുള്ള വിശേഷണം പേറുന്ന ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ 10 ദിവസത്തെ ഇടവേളയിൽ ഇങ്ങനൊരു സന്ദർശനം 2 പ്രമുഖ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി 16 മാസം മുമ്പ് നടന്ന ചർച്ചയുടെ ആദ്യഘട്ടത്തിലെല്ലാം പറഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ ശ്രീ അനിൽകുമാർ CPMന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. ഈ RSSൽ പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അനുമതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഇതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വലിയ തോതിൽ CPIയും RSSും തമ്മിൽ ഒരു ലിങ്ക് സൃഷ്ടിക്കാൻ കിടഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ RSSനെതിരെ ഒരക്ഷരം പറഞ്ഞു, കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം അദ്ദേഹം ഉരിയാടിയോ? അതെന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? നീലിമ, ഈ RSS എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJP ആണ് ഭരിക്കുന്നത്, നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് BJP സർക്കാരിനെ മുകളിൽ നിന്നും കീഴിൽ നിന്നും എല്ലാ അർത്ഥത്തിലും നിയന്ത്രിക്കുന്നത് RSS ആണെന്നുള്ളത് രഹസ്യമായ കാര്യമൊന്നുമല്ല. തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയത്തിന്റെ മുഖ്യ ശക്തി, ചാലക ശക്തി എന്ന് പറയുന്നത് RSS ആണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമുക്കറിയാം. സംഘപരിവാറും ആ സംഘപരിവാറിന്റെ ശക്തിയിലാണ് BJP വീണ്ടും വീണ്ടും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും RSS എന്ന് പറയുന്ന സംഘടന, അവർ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സംഘടനയാണ് RSS എന്ന് വിശ്വസിക്കുകയും ആ RSSന്റെ ചുമലിലേറി ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു സർക്കാർ RSSൽ പ്രവർത്തിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുമതി കൊടുക്കുന്നതിൽ എന്താ അത്ഭുതമുള്ളത്? അത് വളരെ സ്വാഭാവികമായിട്ടുള്ള, അത് എത്ര അധമമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് BJP വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ഉണ്ടാകുന്നില്ല എന്നതാണ് വിമർശനം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു വിമർശനം സ്വാഭാവികമായിട്ടും, പക്ഷെ അതേ വിമർശിച്ചുകൊണ്ടൊന്നും ഈ തീരുമാനത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ RSSും BJPയും ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ട് ഒരു ഫലവുമില്ല എന്ന് കണ്ടാൽ CPIഎമ്മിനും മിണ്ടാതിരിക്കാമല്ലോ. അങ്ങനെ CPIഎമ്മിനും രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളൊന്നും മിണ്ടാതിരിക്കുന്നില്ലല്ലോ. അതിലപ്പുറമാണ് കോൺഗ്രസ് അവരെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം. യെസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. മറ്റ് 2 അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ A. സജീവനിലേക്കാണ്. ശ്രീ A. സജീവൻ,
ഇപ്പോൾ CPI രംഗത്ത് വന്നു, RJD രംഗത്ത് വരുന്നു, അതുപോലെ NCP രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. നമുക്കറിയാം, മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, കഴിഞ്ഞ 12 ദിവസമായി മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രാവിലെ മുതൽ പാതിരാത്രി വരെ ഈ ഒരു വിഷയം മാത്രമാണ് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ വിഷയങ്ങൾ ഇവിടുത്തെ നേതാക്കളെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇന്ന് LDF-ൽ കൂട്ടായ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്നത്? സ്വാഭാവികമാണല്ലോ, ഒരു വിഷയത്തിൽ ഒരു പക്ഷം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എല്ലാ ആളുകളും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. മാധ്യമപ്രവർത്തനത്തിൽ പണ്ടൊന്നും ഞങ്ങൾക്ക് പാടില്ല എന്ന് പഠിച്ചതും പാടില്ല എന്ന് പഠിപ്പിച്ചതുമായ പല കാര്യങ്ങളും മാധ്യമപ്രവർത്തകൻ എന്തിൻ്റെങ്കിലും അകത്ത് കയറിയിട്ട് അഭിപ്രായം പറയാൻ പാടില്ല. അവന്റെ അഭിപ്രായം ഒരിക്കൽ പോലും വാർത്തയ്ക്കുള്ളിൽ ഉണ്ടാകാനേ പാടില്ല എന്നാണ്. കുടിപ്പാറയൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതും കാര്യം തന്നെയാണെന്നുള്ള സംശയമില്ലല്ലോ. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പല മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ച് അവതാരകര്, അതങ്ങ് സ്ഥാപിക്കുകയാണ്. അങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും ജനം അത് വിശ്വസിക്കും. ഇവിടെ RJDയുടെ നേതാക്കന്മാരും CPI നേതാക്കന്മാരും ഒക്കെ പറഞ്ഞതിലൊക്കെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കിട്ടിയ അവസരത്തിലൊന്ന് ഷൈൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവാം. രണ്ടാമത്തെ, തെറ്റിദ്ധാരണയുടെ കാര്യം ഉണ്ടാകും. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പൊടിപ്പാറ പറഞ്ഞു വെച്ചു. അങ്ങനെയും സംഭവിക്കാം, അങ്ങനെയും ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയപ്പെടുന്ന നെഗറ്റീവ് അല്ലാതെയും വേറെ വിഷയം ഉണ്ടാകാം. അതായത് ഈ ADGP RSS നേതാക്കളെ കണ്ടത് ഒരുപക്ഷെ തനിക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഭാവി കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടിയായിരിക്കും. നമുക്ക് ആർക്കും അറിയില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ അത് അങ്ങനെയാണ്. പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ പറഞ്ഞ് അവിടെ കണ്ട കാര്യങ്ങൾ ശരിയായിട്ടൊരു സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എന്താ, അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യം ഞാൻ ഇന്നും ഓർത്തതാണ്. കാരണം ഇന്ന് കുറച്ച് നേരത്തെ ഓർത്ത കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ADGP പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുടെ പേര് കേട്ടാൽ കേരളം ഞെട്ടും. അദ്ദേഹത്തിന് അപ്പോഴും ഞെട്ടിക്കാമായിരുന്നു. അദ്ദേഹം ഇതുവരെ ഞെട്ടിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് എവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. RSSന്റെ സമുന്നതനായ നേതാവ് A. ജയകുമാറാണ് ADGPക്കൊപ്പം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു സംശയം ഉന്നയിക്കുന്നത്. ഈ ജയകുമാർ എന്ന് പറയുന്നത് വിജ്ഞാന ഭാരതിയുടെ, ദേശീയ തലത്തിൽ BJPയുടെ വിജ്ഞാന ഭാരതിയുടെ വലിയ നേതാവാണ്. നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഒക്കെ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന RSSന്റെ സന്തത സഹചാരിയാണ്, RSSന്റെ നേതാവാണ്. അദ്ദേഹം MR അജിത് കുമാറിന്റെ സഹപാഠി കൂടിയാണ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടാണ് ഈ ദത്താത്രേയെ കാണാൻ പോകുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യം ഉണ്ടായിക്കൂടെ? അല്ല, അതല്ല നിയമ ആളുകൾ ഈ പറഞ്ഞു വരുത്തുന്ന ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞതിന് ശേഷം എന്റെ അടുത്ത് പല ആളുകൾ, സാധാരണക്കാർ പോലും, രാഷ്ട്രീയത്തിൽ രംഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ പോലും ചോദിച്ചിട്ടുണ്ട്, ഇത് ശരിയല്ല. കാരണം ആരോ ഉണ്ടല്ലോ, അത് ഇന്നയാളാണ്. പല നേതാക്കന്മാരുടെയും പേര് പറഞ്ഞ് ഇന്നയാളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആളുകൾ ധരിക്കാൻ ഇപ്പം ഈ CPI നേതാക്കന്മാർ, രാജയാണെങ്കിലും ബിനോയ് വിശ്വമാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും ഒക്കെ, ജോർജ് വർഗീസ് ആണെങ്കിലും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഒരു IPS ഓഫീസർക്ക് എതിരെ അല്ലെങ്കിൽ ഒരു IAS ഓഫീസർക്കെതിരെ ഒറ്റയടിക്ക് നടപടി എടുത്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് അനുഭവിച്ച സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാർ. അതെ, സെൻകുമാറിന്റെ വിഷയം. അതെ, അവിടെ എടുത്തപ്പോൾ എന്തുണ്ടായി, അദ്ദേഹം RSSകാരനാണ് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാക്കിക്ക് അകത്ത് കാവ്യായിരുന്നു എന്ന് പിന്നീട് തെളിയിച്ച ആളാണ്. വളരെ പെട്ടെന്ന് ഈ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചതിന് ഉടനെ തന്നെ അദ്ദേഹം കാക്കി അയച്ചു വെച്ചു. അപ്പൊ നമ്മൾ കാവ്യ കണ്ടതാണ്. ഇതേപോലെ പല ആളുകളുണ്ട്. ആനി രാജ, ഇപ്പൊ ഈ പറയുന്ന D. രാജയുടെ ഭാര്യയായിട്ടുള്ള ആനി രാജ കുറച്ചു മുമ്പാണ്, അധികം ദിവസങ്ങളായിട്ടില്ല, അവർ പറഞ്ഞത് കേരള പോലീസിൽ RSSകാർ ഉണ്ട്. RSSകാർ പല സ്ഥലത്ത് PFI നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. ഞങ്ങളുടെ ആളുകൾ BJP ഒഴികെ RSS ഒഴികെയല്ലോ ബാക്കി എല്ലാ സംഘടനകളിലും ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ RSSകാർ ഇതേപോലെ പല രംഗത്തുണ്ടാവും, പോലീസിലുണ്ടാവും. ഈ പോലീസിലുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ താല്പര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞത്
കണ്ടു എന്നുള്ളതല്ല. കാണുന്നതിൽ തെറ്റൊന്നുമില്ല. കാണുന്നതിൽ എന്താണ് തെറ്റ്? ഒരാൾക്ക് ഏതൊരു BJP നിരോധിത സംഘടനയാണ് എങ്കിൽ, അല്ലെങ്കിൽ RSS നിരോധിത സംഘടനയാണ് എങ്കിൽ, അങ്ങനെയുള്ള സംഘടനയുടെ നേതാക്കന്മാരെ കാണുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. അവരുമായി ചർച്ച നടത്തുന്നതിൽ നിയമപരമായ പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ BJPയോ RSSോ നിരോധിത സംഘടനകളല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യത്തിൽ കാണാം. അതാണോ അതല്ല അതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുണ്ടോ? അൻവർ പറഞ്ഞ പോലെ ആ താല്പര്യം വേറെ എന്താവാം? ആ താല്പര്യം എന്താണ് എന്നാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്ന വിഷയം. ശ്രീ റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, കുറച്ച് സമയമായി ഞാൻ അങ്ങയിലേക്ക് വന്നിട്ട്, ക്ഷമിക്കുക. ഇപ്പോൾ ഈ ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വന്ന നറേറ്റീവുകൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, തൃശൂർ പൂരം കലക്കാൻ, അതുപോലെ വീണയ്ക്കെതിരായ കേസ് ഒത്തുതീർക്കാൻ, കരുവന്നൂർ കേസ്, ഇങ്ങനെ CPIM-ന് RSS-നെ സ്വാധീനിക്കാനുള്ള ഒരു മധ്യവർത്തിയായി അല്ലെങ്കിൽ ദൂതനായി MR അജിത് കുമാറിനെ അയച്ചു എന്നാണല്ലോ പറയപ്പെടുന്നത്. പക്ഷേ ഈ കാലയളവ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ആദ്യം വരികയാണെങ്കിൽ 2023 മെയ്യിലാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ADGP ദത്താത്രേയയുമായി നടത്തുന്നത്. 2024 ഏപ്രിൽ 19 നടക്കുന്ന പൂരം കലക്കാൻ ഒരു വർഷം മുൻപേ കരുക്കൾ നീക്കി എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസനീയമാണ്? മറ്റൊരു കാര്യം, വീണയുമായി ബന്ധപ്പെട്ട്, വീണയും CMRL-ലുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ADGP-യെ മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയത് എന്നതായിരുന്നു അടുത്ത വാദം. പക്ഷേ കൂടിക്കാഴ്ച നടക്കുന്നത് മെയ് മാസത്തിലാണ്. ഈ കേസ് തന്നെ വരുന്നത്, ഇതിന് ആധാരമായ ആരോപണം തന്നെ വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ അതും അവിടെ ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടാതെ പോകുകയാണ്. മറ്റൊന്ന് കരുവന്നൂരാണ്. കരുവന്നൂർ കേസിൽ ഇത്തരത്തിലൊരു നീക്കുപോക്കിന് MR അജിത് കുമാറിനെ CPIM അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയെങ്കിൽ അവിടെ കണ്ണനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ലല്ലോ. AC മൊയ്തീൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാൻ വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലല്ലോ. ED-യുടെ നടപടികൾ ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ഇവർ ഈ പറയുന്ന CPIM RSS ബാന്ധവം ആരോപിക്കാൻ ഇവർ ഇട്ടു തന്ന ഈ പോയിന്റുകൾ, ഇത് തന്നെ അങ്ങേയറ്റം അബദ്ധജടിലമല്ലേ? അതിലും ഇതൊരു അപഹാസ്യ നാടകമാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മകളുടെ കേസ് ഉത്ഭവിക്കുന്നത് ഈ ADGP അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റായ RSS നേതാവുമായിട്ട് ദത്താത്രേയ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന RSS രണ്ടാം സ്ഥാനക്കാരനെ കാണുന്നത് ഈ കേസ് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പം പിന്നെ അതിനകത്ത് പ്രസക്തിയില്ല. അത് ഡേറ്റെങ്കിലും നോക്കിയിട്ട് ഇവർക്ക് ആരോപിക്കായിരുന്നു. അതാണ് ഇവർ ശുദ്ധ മണ്ടന്മാരാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ ബഹുമാനപ്പെട്ട PV അൻവർ MLA കഴിഞ്ഞ 14 ദിവസമായിട്ട് ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ, അദ്ദേഹം അതിൻ്റെ 2 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രിയെ കൊണ്ട് പരാതി നൽകി. ആ പരാതി നൽകിയപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. പക്ഷേ അതിനു മുമ്പ് മുഖ്യമന്ത്രി വേറൊന്ന് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രസമ്മേളനം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ രണ്ടാമത്തെ പത്രസമ്മേളനത്തിന് മുമ്പ് കോട്ടയത്ത് പോലീസ് ഓഫീസർ അസോസിയേഷനിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, സമൂഹത്തിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ചില പരാതികൾ വരുന്നുണ്ട്. ഏറ്റവും ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അത് അന്വേഷിപ്പിച്ച് അത് റിപ്പോർട്ട് കിട്ടിയാൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം തുറക്കാൻ നിന്നിരുന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹത്തിന് പരാതി കിട്ടി. ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രീമാ ഫൈസിൽ തന്നെ കുറ്റവാളിയാണ്, തെറ്റുകാരനാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ആദ്യം ചെയ്തത് എന്താ? SP, ഒരു IPS റാങ്കിലുള്ള പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഇന്നലെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് മലപ്പുറം SP ശശിധരനെ എറണാകുളം വിജിലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 7 DYSPമാരെ അവിടുന്ന് മാറ്റി. അതിലൊരാൾ പാലക്കാട് എന്നുള്ളൊരു DYSP അയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഈ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അന്വേഷിക്കുന്നുമില്ല, ആരെയും രക്ഷപ്പെടുത്താനാണെന്നുള്ള ആ ഒരു നരേഷൻ ഇവിടെ അതോടുകൂടി പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇനി ആരാണിത് ഉന്നയിക്കുന്നത്? നമുക്ക് അവരെക്കുറിച്ച് നോക്കിയേ. പ്രവീൺ തൊഗാഡിയ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അറിയാമല്ലോ. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ തീവ്രവാദികളുടെ ഒരാളാണ് പ്രവീൺ തൊഗാഡിയ. ആ പ്രവീൺ തൊഗാഡിയ മാറാട് കലാപത്തിന് ശേഷം സജീവ് സാറിനൊക്കെ ഓർമ്മയുണ്ടാവും, കോഴിക്കോട് വെച്ചൊരു പ്രസംഗം നടത്തി. ഈ രാജ്യം തന്നെ ഞടുങ്ങിയ ഒരു വർഗീയ വിദ്വേഷ പ്രസംഗമാണ്. അതിനെതിരെ കേരള ഹൈക്കോടതി ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് ഒഴിവാക്കി ആരാ? സാക്ഷാൽ ഉമ്മൻചാണ്ടി സർക്കാരാണ്. P. പരമേശ്വരന്റെ പുസ്തക പ്രകാശനത്തിന് പങ്കെടുത്ത ആരാ? VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. 2013 പറവൂരിൽ
പിന്നെ ഗോൾവാക്കറിന്റെ ചിത്രത്തിൽ പൂജ്യ ഗോൾവാക്കറിന്റെ ചിത്രത്തിൽ സംപൂജനായിട്ട് നിന്ന് തിരികൊളുത്തി പ്രസംഗിച്ച് പാടിപ്പൊടുത്തിയതാരാ? വി ഡി സതീശനാണ്. 2016 തൃശ്ശൂരിൽ ഇതേ സംഘപരിവാറിന്റെ പരിപാടിയിൽ പോയി പാടിപ്പൊടുത്തിയതാരാ? ഇതേ പറയുന്ന വി ഡി സതീശനാണ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പി വി അൻവർ എന്താ പറഞ്ഞേ? അദ്ദേഹത്തെക്കുറിച്ച് പി വി അൻവർ പുറത്തുവിട്ടിരിക്കുന്നത് എന്താ? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നിരിക്കുന്ന വിദേശത്തു നിന്നുള്ള സാമ്പത്തിക തട്ടിപ്പായ പുനർജനി സാമ്പത്തിക തട്ടിപ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അത് ഇ ഡി അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഈ പറയുന്ന ADGP സ്വാധീനിച്ചോ അല്ലാതെയോ ഈ പറയുന്ന RSSുമായിട്ടൊരു ധാരണയിലെത്താൻ വേണ്ടി നടത്തിയിട്ട് നാടകം ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആരും ഒരു ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ നിലപാടെന്താ? കേരള സർക്കാർ 2016 LDF സർക്കാർ, ആദ്യം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറി ഉടൻ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അനിൽകുമാർ സാർ അത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടെന്താണ്? ഇതുവരെയുള്ള നിലപാടുകളുടെ ഒരു പരമ്പരയുടെ തന്നെ എടുത്തു നോക്കിയേ. RSSുമായിട്ട് CPM ഒരു രഹസ്യബാന്ധവം നടത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ, ഒരു IPS ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഈ ഭൂമിയിലെ ഏതെങ്കിലും വ്യക്തി ചിന്തിക്കുമോ? അത് തന്നെയല്ലേ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട LDFന്റെ കൺവീനർ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് മോഹൻ ഭഗതുമായിട്ട് ബന്ധപ്പെടാമല്ലേ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി മറ്റൊരു പ്രത്യേകത കൂടെ പറയാം. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ആരാ? ഈ കേരള സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് കൂട്ടുനിന്നതിൽ പ്രമുഖനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ പിന്നെ ഏറ്റുപിടിച്ച പച്ച നുണകളുടെ പിന്നാമ്പുറത്തു നിന്നും ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും അവഹേളിച്ചുകൊണ്ട് ആരോപണങ്ങളായിട്ട് വന്നതാരാ? ഇതേ RSS BJPക്കാരാ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ഏജൻസി അന്വേഷിച്ചോളൂ. 5 ഏജൻസികൾ കേരളത്തിൽ ഒന്ന് അന്വേഷിച്ചു. 5 ഏജൻസികൾ ഒടുവിൽ NIA റിപ്പോർട്ട് കൊടുത്തു. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട്. കാരണം എന്തുകൊണ്ടാ? കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്നും ഒരു തരി സ്വർണം പുറത്തു കിടക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് അറിയാതെ കൊണ്ട്, കസ്റ്റംസിന്റെ സ്കാനിങ്ങിൽ തെളിയാതെ കൊണ്ട് പുറത്തു കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ പിന്നിൽ ആരാ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള ഈ കസ്റ്റംസ് ആണ്. അതിന് ഉത്തരം പറയേണ്ട ഒരു BJPക്കാർ തന്നെയാണ്. ഇതിന്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട TP രാമകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട്, സന്ദർശിച്ചെന്നുള്ളതല്ല എന്തിനു സന്ദർശിച്ചെന്നുള്ളതാണ്. അത് തന്നെയാണ് പ്രസക്തി. കൂടാതെ അദ്ദേഹം വേറൊന്നുള്ള പറഞ്ഞു, അത് മുഖ്യമന്ത്രി കോട്ടയത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം എന്താ പറഞ്ഞേ? അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ ശരിയോ തെറ്റും വിശകലനം ചെയ്ത് കർശനമായ നടപടി സ്വീകരിക്കും. അതല്ലേ ഒരു ഗവൺമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവർ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ കീഴിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ MR അജിത് കുമാർ ഈ ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുമ്പോൾ അതിന്റെ കീഴിൽ അന്വേഷിച്ചാൽ എങ്ങനെ നീതി കിട്ടും? എന്തൊരു മണ്ടത്തരം ഇവർ പറയുന്നത്. കാരണം ഇത് അന്വേഷിക്കുന്നതിന്റെ തലവനാരാ? സംസ്ഥാനത്തെ DGPയുടെ മുകളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല. DGP അദ്ദേഹം നിയോഗിച്ചിരിക്കുന്ന അതിന്റെ കീഴിലുള്ള മറ്റു DGPമാരും ഉദ്യോഗസ്ഥന്മാരുമാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല അവർ കണ്ടെത്തിയനുസരിച്ചല്ലേ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂർ DIG ബഹുമാനപ്പെട്ട അൻവറെ കണ്ട് മൊഴിയെടുത്തിരിക്കുന്നു. മിനിഞ്ഞാന്ന് ഒരു ഫുൾ ഡേ മൊഴിയെടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത്? പിന്നെ രണ്ടാമത്തെ വസ്തുത, VD സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പിന്നെ ചങ്കൂറ്റുണ്ടായിരുന്നത് സജീവ് സാർ പറഞ്ഞ പോലെ ചങ്കൂറ്റുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പിന്നെ RSS നേതാവിനെ ഈ ഉദ്യോഗസ്ഥൻ പോയി കണ്ടത്, കോവളത്ത് കണ്ടതിൽ ഒരു കണ്ണൂർ എന്നുള്ള വ്യവസായം ഉണ്ട്, അത് അറിഞ്ഞാൽ ഞെട്ടുമെന്ന് പറഞ്ഞു. ആരും ഞെട്ടിയാലും കാരണം അറിയോ? VD സതീശന് ആ പേര് പറയണമായിരുന്നു. എന്തിനാ CPMനെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിൽക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? പക്ഷേ സംഭവിച്ചെന്താണ്? അതേ ഉന്നമിച്ച ആരുടെ പേരില്ല, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനായിട്ടല്ലേ അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഇവർ സ്വയം അവരോട് തന്നെ ചോദിക്കണ്ടേ? ഇവർ വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ അവരുടെ നെഞ്ചത്തേക്കാണെന്നുള്ളവരും. ഇപ്പൊ ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ചകളിലെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. PV അൻവർ എന്ന് പറഞ്ഞ MLA ഉന്നയിച്ച കാര്യങ്ങൾ പ്രസക്തമുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങൾ എന്നുള്ളവരും സ്വാഭാവികമായിട്ടും പാർട്ടിക്കും സർക്കാരിനും തെളിഞ്ഞിട്ടുണ്ട്. അത് വസ്തുതയാണ്. കാരണം അതുകൊണ്ടാണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചത്. അതുകൊണ്ടല്ലേ 8 ഉദ്യോഗസ്ഥന്മാർ 2 IPSകാർ ഉൾപ്പെടെയുള്ളവരുടെ പേര് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ RSSും CPMും അല്ലെങ്കിൽ സർക്കാരും പിണറായി വിജയനും തമ്മിൽ ധാരണയുണ്ടെന്ന് ഇവർ പറയുന്നത്? എന്താണ് ഇവർ പറയുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം പറയാം. ഈ കേരളത്തിനെ സംബന്ധിച്ചോളം സാമാന്യ ബുദ്ധിയില്ലാത്ത ജനങ്ങളാണോ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത്? ഒറ്റക്കാരോട് പറഞ്ഞ അവസാനിക്കാവും ആണോ ജീവിച്ചിരിക്കുന്നത്? ചരിത്രങ്ങൾ ഇതിന് കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആരാണ് BJPയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഞാനിരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒരു MLA, സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി MLA BJPയുടെ ലീഗൽ സെല്ലിൽ 69 പേരിൽ 17ാം സ്ഥാനക്കാരനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. അത് ഏത് സെല്ലിലേക്കാണ്? 19ാം സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നു. അത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഇപ്പൊ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്നാന്നും പറഞ്ഞ് അവരൊരു വേർഷമായിട്ട് വന്നിട്ടുണ്ട്.
നാളെ ഒരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ അതല്ല എന്നും പറഞ്ഞുകൊണ്ട് BJPക്ക് വേണ്ടി വാദിക്കണ്ടേ? നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ലീഗൽ സെല്ലിലെ മെമ്പറാണ് അദ്ദേഹം. അപ്പം BJPയുടെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് അനുകൂലമായിട്ട് വാദിക്കേണ്ട വ്യക്തിയാണോ കോൺഗ്രസിന്റെ സമുന്നത നേതാവിന്റെ മകനായ ചാണ്ടി ഉമ്മൻ? ആണോ? ഇവര് രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളെ ദാനം ചെയ്തില്ലേ? ദാനം ചെയ്തില്ല. അനിൽ ആന്റണിയെയും പത്മജ വേണുഗോപാലും ദാനം ചെയ്തില്ലേ? ഇപ്പൊ ഈ ചെറുപ്പക്കാരന്റെ വഴി എങ്ങോട്ടാ? എന്ത് ധാർമ്മികതയാണ് ഇവർക്ക് പറയാനുള്ളത്? എന്ത് ധാർമ്മികത അവർക്ക് പറയാനുള്ളത്? ഒരു MP സംശയത്തിന് തരില്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നു നമുക്കത് പറയാൻ അവകാശമില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ തെളിവില്ല. പക്ഷേ ഒരു മാധ്യമം ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിൽ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡൽഹിയിലെ എഡിഷൻ, ഇതുവരെ ശക്തമായ രീതിയിലൊരു മറുപടി പറയാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ഇവർക്കറിയാതെ ആരാണെന്നുള്ളവരും. ഞാൻ ഇരുന്നൊരു ചർച്ചയിൽ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞെന്താ അറിയോ? ഞാൻ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ആ സുഹൃത്ത് പറഞ്ഞത് വളരെ പെട്ടെന്ന് പൊടിപ്പാറയിലേക്ക് പോകണം. എനിക്കറിയാം. അപ്പോൾ അത് പെട്ടെന്ന് വരിക. ആ MP സ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം BJP ചേരുന്നത്. ബൈ ഇലക്ഷന് ഞങ്ങൾ നേരിടുന്നു പറഞ്ഞപ്പോൾ അത് അവർക്കറിയാവുന്നുള്ള വ്യക്തമല്ലേ? പിന്നെ ഇവരെങ്ങനെയാണ് ഈ കേരളത്തിൽ RSSുമായിട്ട് ഒരു അവിഹിത ബന്ധം CPM-നോടെന്ന് പറയുന്നത്? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, 2023 കേളി കൊട്ടിയിരുന്ന ആവർത്തനം. അങ്ങയിലേക്ക് വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ ആരോപണങ്ങളെല്ലാം വന്ന് CPM RSS ബന്ധമൊക്കെ വലിയ രീതിയിൽ ആരോപിക്കപ്പെട്ട് PV അൻവറിന്റെ വാക്കുകളെ മുൻനിർത്തിയാണല്ലോ നിങ്ങൾ ഈ വിവാദത്തിനെല്ലാം തിരികൊളുത്തിയത്. പക്ഷേ PV അൻവർ പറഞ്ഞ മറ്റു കാര്യങ്ങളുമുണ്ട്. ഒന്ന് പുനർജനി വിഷയം. പുനർജനി വിഷയത്തിലെ കേസ് ED അന്വേഷണം വരാതിരിക്കാനാണ് ADGP MR അജിത് കുമാറിനെ VD സതീശൻ സ്വാധീനിച്ച് അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള കാര്യം PV അൻവർ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അക്കാര്യം വാർത്തയാകുന്നില്ല. നിങ്ങൾക്ക് പ്രചരണായുധമല്ല, ഒന്നുമല്ല. ഇപ്പോൾ നോക്കൂ, ഒരു നിലവിലുള്ള ഒരു MP BJPയിലേക്ക് പോകുമെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേരടക്കം വന്നു തുടങ്ങി കേട്ടോ. അദ്ദേഹത്തിന് ദേശീയ നേതൃത്വവുമായി ഒരു താല്പര്യവുമില്ല, സംസ്ഥാന നേതൃത്വവുമായി സഹകരിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ചാണ്ടി ഉമ്മന്റെയൊക്കെ അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നീലിമ, ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടൊരു കോൺഗ്രസ് വക്താവായിട്ടല്ല ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ഞാനൊരു മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടാണ് ഈ ചർച്ചയിലിരിക്കുന്നത്. പക്ഷെ അങ്ങയുടെ ചായ്വ് എങ്ങോട്ടാണെന്ന് നമുക്കറിയാലോ. ഒരു സഹയാത്രികനെന്നോ നമുക്കറിയാമല്ലോ. അതെ, എങ്കിൽ പോലും ഈ പറഞ്ഞ കോൺഗ്രസിനകത്തുള്ള ഈ പറഞ്ഞ ആളുകളുടെ നിലപാടുകളെ മുഴുവൻ ന്യായീകരിക്കുകയോ അവരെ മുഴുവൻ വിമർശിക്കുകയോ വെള്ളപൂശുകയോ ചെയ്യേണ്ട ബാധ്യത ഒന്നും ഇരിക്കില്ല. ഞാൻ ഇന്നത്തെ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലുള്ള ഒരു വിഷയത്തിൽ ഊന്നിയാണ് സംസാരിക്കുന്നത്. ഇപ്പോ റെജി ലൂക്കോസും അനിൽകുമാറും ഒക്കെ ആകാശിനോട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം തീർക്കുമ്പോൾ തങ്ങളുടെ തെറ്റിനെ മൂടി വെക്കാൻ 5 തെറ്റുകൾ അപ്പുറത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായില്ല. ഞങ്ങൾ വ്യത്യസ്തരാണ്, ഇത് വേറെ ഒരു മുന്നണിയാണ്, ഇതിൻ്റെ ശൈലി വേറിട്ട ശൈലിയാണ്, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് ആണയിടുന്ന ഒരു പ്രസ്ഥാനം. RSSനും BJPക്കുമെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടം, അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയം തന്നെ അതിൽ അധിഷ്ഠിതമാണ് എന്ന് ആണയിട്ട് ഉറപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ ആയ ഉദ്യോഗസ്ഥൻ എന്ന് കേരള സമൂഹം വിശ്വസിക്കുന്ന ADGPയെ പോലൊരാള് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് RSS നേതാക്കളെ തലയിൽ മുണ്ടിട്ട് പോയി രഹസ്യമായി അത് പോയി കാണുകയും അത് സംബന്ധിച്ച റിപ്പോർട്ട് കിട്ടിയിട്ടും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒന്നും ചെയ്യാതിരിക്കുകയും ആ റിപ്പോർട്ട് കണ്ടതായി പോലും ഭാവിക്കാതിരിക്കുകയും അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അത് തടഞ്ഞു വെച്ചുവെന്ന് CPM-ന്റെ വോട്ട് വാങ്ങി വിജയിച്ച, അല്ലെങ്കിൽ ആ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച PV അൻവർ എന്ന് പറയുന്ന ഒരു MLA വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ ന്യായങ്ങൾ കൊണ്ടൊക്കെ ഇതിനെ മറികടക്കാൻ കഴിയുമോ? ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, ഈ ന്യായങ്ങൾ കൊണ്ടോ ഞാൻ അങ്ങയിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ഒരു പ്രതികരണം എടുക്കേണ്ടതുണ്ട്. അങ്ങയിലേക്ക് തന്നെ ഞാൻ വരാം. ശ്രീ അനിൽകുമാർ, അങ്ങ് കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഈ പറയുന്ന ന്യായങ്ങളൊന്നും ന്യായങ്ങളല്ല എന്നാണ് ജോർജ് പൊടിപ്പാറ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, PV അൻവർ പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റിയാണല്ലോ ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുന്നത്. പക്ഷേ PV അൻവർ പറഞ്ഞ, സതീശനെ പോലുള്ളവരുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചർച്ചാ വിധേയമാകുന്നില്ല. അല്ല,
സതീശനൊന്നും ഒരു വിഷയമേ അല്ല കേരള രാഷ്ട്രീയത്തിൽ. സതീശന്റെ ക്രെഡിബിലിറ്റി സംബന്ധിച്ചൊരു തർക്കം ആർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് പുനർജനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഇരട്ട നിലപാട് എല്ലാവർക്കും അറിയാം. വിദേശത്ത് പണം പിരിച്ചിട്ടില്ല എന്ന് നിയമസഭ പറഞ്ഞു. പണം പിരിക്കുന്നതിന് തെളിവുകൾ കൃത്യമായിട്ട് പുറത്തു വന്നു. അദ്ദേഹം തൊണ്ടുസുഖം പിടിക്കപ്പെട്ട ആളാണ്. പ്രശ്നം അവിടല്ല. ഇന്ന് കേരള സമൂഹത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു ഓണക്കാലം കൂടിയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുണ്ടോ? ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാൻ ബാക്കി കിടക്കുന്നു, ഉന്നയിക്കാനുണ്ടോ? ഇത്രയും നല്ല നിലയ്ക്ക് ഈ ഓണത്തെ കൈകാര്യം ചെയ്യുന്നു. മാധ്യമങ്ങൾ പോലും പറയുന്നത് വിലക്കുറവിന്റെ ഓണമാണ്, സമൃദ്ധിയുടെ ഓണമാണ്. ഈ കാലഘട്ടത്തിലാണല്ലോ വ്യവസായ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം നിക്ഷേപ സൗഹൃദമായതിൽ 1-ാം സ്ഥാനമാണ്. 1-ാം പിണറായി സർക്കാരിന് 18 കാര്യങ്ങൾ ചേർത്ത് 75 മാർക്കാണ് കേന്ദ്രം നീതി ആയോഗ് തന്നത്. ഇപ്പൊ ഒരു മാസത്തിലേക്ക് വീണ്ടും 2-ാം പിണറായി സർക്കാരിന് വിലയിരുത്തിയപ്പോൾ 79 മാർക്കായി. ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു മാനകത്തിൽ കേരളം ഇന്ത്യക്ക് ഏതെങ്കിലും സ്റ്റേറ്റ് പുറകിലാണ്. പിന്നെ എന്തിനാണ് കേരള സർക്കാർ തലകുനിക്കേണ്ടത്? ഇനി കേസുകളുടെ കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഒരു കേസിലും പ്രതിയല്ല. പിന്നെ ഏത് കേസിനെ കുറിച്ചാണ് പറയുന്നത്? മെയ് മാസം 19-ന് 2020 കേട്ടില്ല, പറഞ്ഞോളൂ. അല്ല, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. 2023 മെയ് മാസം 19-ന് കൂടിക്കാഴ്ച നടന്നു. ജൂൺ മാസം 30-ന് മാത്രമാണ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു റിപ്പോർട്ടിനകത്ത് പിണറായി വിജയന്റെ മകളുടെ പേര് പരാമർശിച്ചത്. സേവനം കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോലും അവരോട് ചോദ്യങ്ങൾ പോലും ചോദിച്ചിട്ടില്ല. ഇന്നലെ വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. SFI അന്വേഷണം ആർക്കെതിരെ? കർണാടക കോടതിയില് കേന്ദ്ര സർക്കാർ പറഞ്ഞത് 135 കോടി രൂപ ഉമ്മൻചാണ്ടി അടക്കം കൊണ്ടുപോയ വിഷയത്തിലാണ് ഞങ്ങളുടെ അന്വേഷണം. അത് കള്ളപ്പണമാണ്, മറ്റത് അക്കൗണ്ടിലൂടെയുള്ള ട്രാൻസ്ഫറാണ്. അതിനെക്കുറിച്ചല്ല SFI അന്വേഷണം. ഇതല്ലേ കോടതി വിധി വായിച്ചു നോക്കൂ. ഞാൻ ബഹുമാനപ്പെട്ട പൊടിപാർ സാറിന് ഇട്ട് തരാം കോടതി വിധി, കർണാടക സർക്കാരിന്റെ വിധി. നിങ്ങൾ എത്ര തട്ടിട്ട് തുള്ളിയാലും മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകളോ ഒരു സൗജന്യവും, കുഴൽനാടന്റെ സൗജന്യം വേണ്ട, പിന്നെയാണോ RSS? ഞാൻ ചോദിച്ചത് ചോദ്യത്തിനല്ല താങ്കൾ ഉത്തരം പറയുന്നത്, നിർഭാഗ്യവശാൽ. ഞാൻ ഉന്നയിച്ച ചോദ്യം, ഇവിടെ 2 RSS നേതാക്കൾ കണ്ട കാര്യം ഉന്നയിച്ചതും ആ കണ്ട കാര്യം സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയതും ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണാതിരുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തടഞ്ഞത് കൊണ്ടാണ് എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്ന PV അൻവറാണ്. ഭരണകക്ഷി MLA ആണ്. അതെ, അവിടെയാണ് കൃത്യമായിട്ട് പറയാനുള്ളൊരു കാര്യം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു DGP ആണെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് തെറ്റാണെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ നാളെ ആ സന്ദർശനം ന്യായീകരിച്ചൊന്നും അർത്ഥമില്ല. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടു, ജില്ലാ പ്രസിഡന്റിനെ കണ്ടു, സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു, കുറ്റകൃത്യമാകുമോ? പ്രശ്നം എന്താണ്? എന്തിനാ കണ്ടത്? ആർക്കാ ബാധകമായത്? അനിൽകുമാറിനോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിൽ, ലോക്സഭ അല്ലെങ്കിൽ പാർലമെന്റ് ഹാളിലെ ഒരു വിരുന്നിൽ കൊല്ലം MP ശ്രീ പ്രേമചന്ദ്രനെ ക്ഷണിച്ചു. അദ്ദേഹത്തോടൊപ്പം ആ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. നിങ്ങൾ പിന്നീട് അങ്ങോട്ട് സംഘി പ്രേമചന്ദ്രൻ എന്ന് കേരളം മുഴുവൻ ആഘോഷിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചരണായുധവും അദ്ദേഹത്തിനെതിരെ ഇതാണ് ഉപയോഗിച്ചത്. പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത പ്രേമചന്ദ്രനെ സംഘിയാക്കി മുദ്രയടിച്ച് അദ്ദേഹത്തെ എത്രത്തോളം അപമാനിക്കാമോ അത്രത്തോളം സംഘി പട്ടം ചാർത്തി കൊടുത്ത നിങ്ങൾ ഈ ADGP 2 തവണ പോയി കണ്ടിട്ടും അത് വളരെ നിഷ്കളങ്കമായൊരു കാര്യമാണ്, അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ലളിതവൽക്കരണം ഇതെന്താ ചിലർക്ക് ബാധകമല്ലാത്തത്? അവിടെ കൃത്യമായിട്ട് ഉത്തരവുണ്ട്. NK പ്രേമചന്ദ്രൻ UDFന്റെ MP ആണ്. പാർലമെന്റിലെ MPമാരെ ഏതെങ്കിലും മാനദണ്ഡ പ്രകാരമാണോ ചായ കുടിക്കാൻ വിളിച്ചത്? പ്രധാനമന്ത്രി കുറെ വിളിക്കുന്നു. അല്ല, ഞാൻ പറയാം, NK പ്രേമചന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട കാര്യം എന്താ? പാർലമെന്റ് സമ്മേളനത്തിൽ 148 പേരെ പുറത്തു.
ശ്രീ അനിൽകുമാറുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് പരിഹരിച്ച് ഉടൻ തന്നെ മടങ്ങിയെത്താൻ കഴിയും. ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ അങ്ങയിലേക്ക് തന്നെ അദ്ദേഹം താങ്കൾ ഉന്നയിച്ച അതേ ചോദ്യത്തിന് തന്നെ മറുപടി അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകും. ഫോണിൽ നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം യാത്രയിലാണ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് അക്കാര്യം. ശ്രീ എ സജീവൻ, ഈ മാധ്യമങ്ങളുടെ ഒരു രീതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകുമ്പോൾ വലിയ വിവാദങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയാണ്. അതിലൂടെ വലിയ രീതിയിൽ അഭിപ്രായ രൂപീകരണം നടത്തുകയാണ്. ഇക്കാര്യത്തിൽ ഈ മാധ്യമങ്ങളുടെ രീതി തന്നെയാണ്. ഈ പുനർജനി വിഷയത്തിൽ വി.ഡി. സതീശനെതിരെ കടുത്ത ആരോപണം പി.വി. അൻവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാത്തത് എന്താണ് ഈ മാധ്യമങ്ങൾ? വളരെ ചുരുക്കി. വളരെ കൃത്യമാണല്ലോ. കാരണം പലപ്പോഴും പല താല്പര്യങ്ങളും ഉണ്ടാകും. ഇവിടെ മാധ്യമങ്ങൾ തങ്ങൾക്കെതിരായിട്ടുള്ള, എല്ലാ മാധ്യമങ്ങളും അല്ല, പല മാധ്യമങ്ങളും തങ്ങൾക്കെതിരായിട്ടുള്ള ആളുകൾ, തങ്ങൾ എതിർ സ്ഥാനത്ത് നിർത്തുന്ന ആളുകളെ തകർക്കാനും തങ്ങൾക്ക് സംരക്ഷിക്കേണ്ട ആളുകളെ പരിലാളിക്കാനും വേണ്ടിയിട്ട് പലപ്പോഴും വാർത്തകൾ മുക്കുകയോ അനാവശ്യമായ രൂപത്തിൽ കൊഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിങ്ങനെ പടച്ചുവിടുന്ന രീതിയാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോട് കൂടിയിട്ട് ഈ സോഷ്യൽ മീഡിയയും നിലവിലുള്ള കൺവെൻഷണൽ മീഡിയയും നമ്മളൊരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഈ മത്സരം വല്ലാതെ കൂടിയിട്ടുണ്ട്. ഞാൻ നോക്കുകയായിരുന്നു. കാരണം മുഖ്യമന്ത്രിക്ക് അൻവറിനെ സംരക്ഷിക്കുന്നത് UAE-യിലുള്ള ഒരു വ്യവസായിയാണെന്ന് ഒരാള് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് കണ്ടതുപോലെ പറയുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും കുറെ ആളുകളെങ്കിലും വിശ്വസിക്കാതെ ആ രീതിയിലാണ്. അപ്പോൾ സത്യത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അത് ഇന്ന് T.P. രാമകൃഷ്ണൻ പറഞ്ഞ പോലെ അന്വേഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു തരത്തിലും വെറുതെ വിടാൻ പറ്റില്ല. ഇന്ന് മുഖ്യമന്ത്രി LDF യോഗത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് പുറത്ത് T.P. രാമകൃഷ്ണൻ പറഞ്ഞ കാര്യം ആണെങ്കിൽ എല്ലാ കാര്യവും ശശിക്കെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണം പോലും അന്വേഷിച്ചിട്ട് അതിൽ സത്യമുണ്ട് തെളിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നടപടിയിലേക്ക് പോകും. പാർട്ടി നടപടിയാണെങ്കിൽ പാർട്ടി നടപടി എടുക്കണം, അതല്ലാത്താണെങ്കിൽ വേണം. ഇപ്പൊ ഇവിടെ നമ്മുടെയൊക്കെ മുമ്പിൽ എന്തിനാ ഇദ്ദേഹം കണ്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ADGP സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്ക് വേണ്ടി കണ്ടു, എന്തിനു വേണ്ടി കണ്ടു, വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി കണ്ടതാണോ? 3 കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആ കാര്യം വ്യക്തമാവേണ്ടതുണ്ട്. കാണുന്ന വ്യക്തിപരമായി ഒരാൾ വേറെ ആളെ കാണുന്നില്ല, തെറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് കണ്ടത് പൂരം കലക്കിയിട്ട് ആരെ സംരക്ഷിക്കാൻ? പൂരം കലക്കിയപ്പോൾ എവിടെ നിന്നാണ് വോട്ട് കൊഴിഞ്ഞത്, എവിടെ നിന്നാണ് കൂടിയത്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ കണ്ടതിന് അപ്പുറത്താണെന്ന് പറയും സത്യം വരിക. അപ്പൊ സത്യം പുറത്ത് വരേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ പരിധിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ശരി, അതാണ് ഇന്നത്തെ LDF യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ശ്രീ T.P. രാമകൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും മുഖ്യമായ കാതലായ അംശം എന്ന് പറയുന്നത്. ശ്രീ അനിൽകുമാർ അങ്ങ് ലൈനിലുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. P.V. അൻവർ ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെടുത്തി P. ശശിക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിലും വളരെ കൃത്യമായി P.V. അൻവർ ഇത്തരത്തിൽ ഒരു പരാതി നൽകുകയാണെങ്കിൽ വളരെ കൃത്യമായി അന്വേഷണം നടക്കും. അക്കാര്യം അതിൻ്റെ നിജസ്ഥിതി കൃത്യമായി കണ്ടെത്തി കുറ്റക്കാരായവർക്കെതിരെ കൃത്യമായ നിലപാടെടുക്കുമെന്ന് LDF-ഉം ആവർത്തിച്ച് പറയുകയാണ്. ഇത് വിശ്വസിക്കാൻ എന്താണ് അപ്പുറത്ത് വിഷമം, ശ്രീ അനിൽകുമാർ? സത്യമില്ലാത്ത വിധം കെട്ടുകഥകൾ സർക്കാരിനെതിരെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷമല്ലേ കൂടിയുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് എന്താ ബന്ധം മുഖ്യമന്ത്രിയുടെ ആഫീസിന്? മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ജോലി ഉണ്ടായിരുന്ന വ്യക്തി ആ കള്ളക്കടത്ത് പോലും അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് NIA-യുടെ റിപ്പോർട്ട്. NIA കണ്ടെത്തിയത്. എന്നിട്ടും ഇന്നും സ്വർണ്ണക്കള്ളക്കടത്ത് ശിവശങ്കർ എന്ന് പേര് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? സത്യം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നടക്കുന്ന കെട്ടുകഥകൾ എന്താണ്? ഇവിടെ പറഞ്ഞു NK പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചത് ഇതുമായിട്ട് എന്താ ബന്ധം? പ്രശ്നം എന്താണ്? എന്തിനാണ് NK പ്രേമേന്ദ്രനെ അങ്ങനെ വിരുന്നിലേക്ക് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത്? എന്ത് മാനദണ്ഡമാണ്? 148 പേരെ പുറത്താക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ചരിത്രത്തിലെ 3 നിയമനിർമ്മാണങ്ങൾ നടത്തി, വിവിധ നിയമനിർമ്മാണങ്ങൾ നടത്തി പ്രതിപക്ഷത്തെ പുറത്താക്കിയ ഒരു പ്രധാനമന്ത്രിയുടെ അടുത്ത് ചായ കുടിച്ചിട്ട് ഈ പ്രധാനമന്ത്രി വ്യക്തിപരമായി എത്ര ഉദാഹരണമാണ് എന്ന് മൊഴി കൊടുക്കുന്നത് സാക്ഷിയെ നിർമ്മിക്കുകയായിരുന്നു BJP ചെയ്തത്. അതിൽ നിന്ന് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ മതനിരപേക്ഷ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കേരളത്തിലെ ആളുകൾ അംഗീകരിക്കത്തില്ല.
തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടി, കുറെ പേർ വോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ടൊന്നും ഒരാൾ രാഷ്ട്രീയമായി ശരിയാണെന്ന് വിലയിരുത്തേണ്ട കാര്യമില്ല. ആ ഒരു രാഷ്ട്രീയ സ്ഥിതിയുടെ ഭാഗമായിട്ടല്ല എം കെ പ്രേമചന്ദ്രൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായി ഇത്തരം തകരകളൊക്കെ നിലനിൽക്കും. അതൊക്കെ സമൂഹത്തിലുള്ളതാണ്, പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ADGPയുടെ പിന്തുണ പിണറായി വിജയന് വേണ്ട, മുഖ്യമന്ത്രിക്ക് വേണ്ട. ഇവിടെ ബഹുമാനപ്പെട്ട പൊട്ടിവാർത്താർ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ സ്വന്തം ആള് DGPയുടെ സൂപ്പർ, അങ്ങനെ ഒരു സൂപ്പറൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്താ ഈ ADGP ചെയ്തത്? മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് കുറെ മാധ്യമ ആഖ്യാനങ്ങൾ ഉണ്ടാക്കാം. സ്വർണ്ണക്കള്ളക്കടത്ത് രക്ഷിക്കാൻ പോയി, എന്ത് രക്ഷ, എന്ത് രക്ഷ? ചില കാഴ്ചകൾ നമ്മൾ കണ്ടതാണല്ലോ. അത് തെറ്റുകഥയല്ലേ? പാലക്കാട് എന്താണ് അയാൾക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധം? ആ വ്യക്തിക്ക് എന്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധം? ആ വ്യക്തിക്ക് എന്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധം? സ്വർണ്ണക്കള്ളക്കടത്തിലെ ആ വാങ്ങി വനിത, ആ വനിത RSSകാരുടെ കയ്യിൽപ്പെട്ടിട്ട് RSSകാരുടെ വക്കീലിന്റെ കൂടെ നടക്കുകയാണ്. അവര് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി രാജ്യകിരണോ ഏതോ ഒരു വ്യക്തിയെ ഉണ്ടാക്കി. അതിന്റെ അറ്റത്ത് പോയിട്ട് ഏതെങ്കിലും പോലീസുകാരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവര് തന്നെ കൈകാര്യം ചെയ്യും. ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. എന്ത് സൗജന്യമാണ് ഇവരുടെയൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത്? ഞാൻ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റുന്ന എന്തുണ്ട് ഇവിടുത്തെ അന്വേഷണ ഏജൻസിയുടെ കയ്യില്? അതുകൊണ്ട് ഞങ്ങളുടെ വെല്ലുവിളിയാട്ടം എടുക്കും സാറേ. RSSകാരോടും BJPക്കാരോടും കേന്ദ്ര സർക്കാരിനോടും CPM-ന്റെ വെല്ലുവിളിയാട്ടം പിടിച്ചു. അതാണ് CPM-ന്റെ നിലപാട്. AC മൊയ്തീന്റെ പേരില്ലേ, AC മൊയ്തീന്റെ പേരിൽ കരുവന്നൂർ ഏതാണ്ട് തെരുവ് നടന്നിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വായിച്ചോ? അതെ, ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി വരുന്ന ഒരു സാഹചര്യം ഇടിക്കുണ്ടായി. ശ്രീ റെജി ലൂക്കോസിലേക്കാണ്. ശ്രീ റെജി ലൂക്കോസ്, ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങ് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടാണ്. ഗണേശോത്സവത്തിൻ്റെ പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ അവിടെ പോയിരിക്കുന്ന ആ ഹൈന്ദവ സംഘടനയുടെ പരിപാടിയിൽ അവിടെ പോയിരിക്കുന്ന 2 ആളുകളെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഒന്ന് VD സതീശൻ, ഹൈബി ഈഡൻ. ഇതൊന്നും CPIM RSS ബാന്ധവം ആരോപിക്കുന്ന മാധ്യമങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു വാർത്തയല്ലാതാകുകയാണ്. തീർച്ചയായിട്ടും അത് എറണാകുളത്ത് നടന്ന സംഭവമാണ്, ഞാനും കണ്ടതാണ്. അതിലും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പിൻവലിക്കുന്നില്ല. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കോട്ടയം MLA കോൺഗ്രസിന്റെ MLA മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ അതിവിചിത്രവും വർഗീയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം പറയാം. അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, എനിക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയാന്ന് തോന്നുന്നു, കാരണം ലക്ഷണം അങ്ങനെയാണ് കാണുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നന്മയുള്ള മനസ്സിന്റെ ഉടമയാണ്. അതിലും കടന്ന ഒരു പ്രയോഗം നടത്തി. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണ്. അതായത് കേരളത്തിലെ സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിന് കഠിനമായി ശ്രമിച്ചു 9 സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കാനായിട്ട് ഒപ്പിട്ട ഈ ഗവർണറുടെ ഇടപെടൽ ശ്ലാഘനീയമാണ്, സുസ്ഥിരമാണെന്ന് പറഞ്ഞൊരു കോൺഗ്രസ് MLA. ഇവരാരെങ്കിലും തള്ളി പറഞ്ഞോ? ആ MLA ഒരു വാക്കുകൊണ്ട് തള്ളി പറഞ്ഞു. ആരാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ? അതെ, ആ MLA കുറിച്ച് പറയുമ്പോൾ സമയക്കുറവ് കൊണ്ടാണ് അങ്ങ് ദയവായി ക്ഷമിക്കുക. ആ MLA കുറിച്ച് പറയുമ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി കൊണ്ടുവരാനുണ്ട്. ശ്രീ MR അജിത് കുമാർ ദത്താത്രേയെ കാണാൻ പോയപ്പോൾ കൂട്ടുപോയ RSS നേതാവ്, അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നേതാവിനെ കാണാൻ ഈ ബന്ധുവിനെ കൂട്ടി അതിലില്ലാത്ത പ്രശ്നം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ബന്ധു ആയി പോയി ആ കൂടെ പോയ മനുഷ്യൻ എന്നുള്ളത് ഒരു ബന്ധു ആയതുകൊണ്ട് അങ്ങേർക്ക് വേറെ രാഷ്ട്രീയ നിലപാട് എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നീലിമ എത്ര ദുർബലമായ വാദമാണ് ഉയർത്തുന്നത്. ന്യായീകരിക്കാൻ ദുർബലമായ വാദമല്ല ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ്. എനിക്ക് നീലിമയുടെ വർക്കൗട്ട് ചെയ്യുമല്ലോ. അല്ലല്ല നീലിമ, എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, അത് കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? പറഞ്ഞോളൂ. ഹലോ. അദ്ദേഹം പറഞ്ഞു, ഈ ചാനൽ ചർച്ചകൾ എന്ന് പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു CPM വക്താവും ബാക്കി 4 CPM വിരുദ്ധര്, ഇവര് 4 പേരും കൂടെ വട്ടം കൂടിയിരുന്ന് ആങ്കറും കൂടെ ചേർന്ന് കൊത്തിപ്പറിക്കുക. ഇതാണ് ചാനൽ ചർച്ച എന്ന പേരിൽ നടക്കുന്നത് എന്ന് നമ്മുടെ സെക്രട്ടറി പറഞ്ഞു, ഗോവിന്ദൻ സഖാവ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനൊക്കെ വിടുന്നത് ആലോചിക്കും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു.
ഇപ്പൊ ഇന്ന് എന്താ നടന്നത്, നമ്മുടെ ചാനലിലെ ചർച്ചയിൽ എന്താ നടന്നത്, സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അതിനിടയിൽ ഈ പറഞ്ഞ ആ സമയത്തിനുള്ള ഡിസ്ട്രിബ്യൂഷൻ നീലിമ തന്നെ ഒന്ന് ആലോചിച്ച് ശ്രീ നോക്കുക. അനിൽകുമാർ, എന്താണ് അനിൽകുമാർ നടക്കുന്നത്? അങ്ങേക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം ഈ ചർച്ച വളരെ ചുരുക്കം. ബഹുമാനപ്പെട്ട പുളിവാറ സാറാണ് ഈ ചർച്ച ഓപ്പൺ ചെയ്തത്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഈ ചർച്ചയിൽ അദ്ദേഹം സമർത്ഥമായി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് ആ വ്യാഖ്യാനങ്ങളിലോ അതുപോലെ ആ വിവാദത്തിലോ അല്ല ഞങ്ങൾ നിൽക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പോയിന്റ് നിങ്ങളെ ഇതിൽ വാദിച്ച് തോപ്പിക്കുക എന്നുള്ളതല്ല. കാരണം എന്താണ്, സത്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യില്ല, സത്യം ഞങ്ങളുടെ സ്വന്തരാക്കുന്നത് ഞങ്ങളുടെ ബോധ്യം. അതിന്റെ ഭാഗമായിട്ടാണ് പറയേണ്ടത്. ഈ ഓണക്കാലത്ത് വയനാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേരള സർക്കാർ ചെയ്ത നന്മയുണ്ട്. ആ നന്മരത്തെ കാണാതെ ആരിഫ് മുഹമ്മദ് ഖാൻ നന്മ കാണുന്നത് കോൺഗ്രസ്, ആരിഫ് മുഹമ്മദ് ഖാൻ നന്മ കാണുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതാണ് ഞങ്ങൾ തുറന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യാജ വിവാദങ്ങളൊന്നും ആളുകളുടെ തലയിൽ കയറത്തില്ല. അത് കാരണം എന്താണ്, സ്വർണ്ണക്കള്ളക്കടത്തും പറഞ്ഞുകൊണ്ട് കേരളത്തില് നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് കാലത്തെ സമാനമായ ഒരു രാഷ്ട്രീയ വിവാദത്തിനാണ് ഇപ്പോൾ കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതല്ല പ്രശ്നം, എന്തിനാണ് കണ്ടത് എന്നതാണ് പ്രശ്നം. അതിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കൂ എന്നാണ് സർക്കാരും സർക്കാരിൻ്റെ സംവിധാനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമെല്ലാം മുന്നോട്ട് വെക്കുന്നത്. ഈ 1 മണിക്കൂർ ഈ വിഷയമാണ് ചർച്ച ചെയ്ത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി.